രണ്ടുതരം മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഒന്ന്, അവർ കടന്നു വന്നതുകൊണ്ട് ജീവിതം കൂടുതൽ ഭംഗിയുള്ളത് ആക്കിയവർ. രണ്ടാമത്തെ ആളുകൾ ജീവിതത്തെ തന്നെ ഭംഗി കുറച്ചവർ. അവർ മറ്റൊരു മനുഷ്യനിൽ ആദ്യത്തെ തരം ആളാവാകാൻ നമ്മൾ പറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ മനുഷ്യൻ നിങ്ങളൊരിക്കലും ആവാതിരിക്കുക. സ്നേഹമില്ലാതെ ജീവിതം ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഹൃദയം ഒരു മരുഭൂമിയാക്കി മാറ്റിയാൽ അവിടെ മുൾച്ചെടികൾ തഴച്ചു വളരും. അടുക്കുന്നവരെയൊക്കെ ആ മുള്ളുകൾ മുറിവേൽപ്പിക്കും. ക്രമേണ ആരും അടുക്കാതെയാവും. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. മറ്റൊരാളെ എറിയാൻ കയ്യിൽ കല്ല് സൂക്ഷിക്കുന്ന പോലെയാണ് മനസ്സിൽ ദേഷ്യം സൂക്ഷിക്കുന്നത്. സ്വയം പൊള്ളിക്കാനേ അത് ഉപകരിക്കൂ. എല്ലാവരെയും സ്നേഹിക്കുക, കുറച്ചുപേരെ വിശ്വസിക്കുക, എല്ലാം യാഥാർത്ഥ്യമാണ്. എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. ഒരിക്കൽ നമുക്ക് കിട്ടിയ സത്യസന്ധമായ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം നമ്മുടെ ബുദ്ധി മറന്നു പോയാലും ഹൃദയം ഒരിക്കലും മറന്നു പോകില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും കണ്ണു നിറയുന്നവരെയും വാശി കാണിക്കുന്നവരെയും മോശമാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയും ഉള്ളവർ അവരാണ്. എന്താണ് വിജയം? നിങ്ങളുടെ മനസ്സിനോടും ആത്മാവിനോടും കൂടി സമാധാനത്തോടു കൂടി രാത്രി ഉറങ്ങാൻ കഴിയുന്നതാണ്. പരസ്പരം കേൾക്കാനുള്ള ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ആകസ്മികമായി ആരെയും നിങ്ങൾ കണ്ടുമുട്ടാറില്ല. അവിടെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു പാഠം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുന്നതെങ്കിൽ അത് കരുണയല്ല, മറിച്ച് വ്യാപാരമാണ്. ആളുകൾ ഇഷ്ടപ്പെടാൻ വേണ്ടി മാത്രം നിങ്ങൾ മാറരുത്. നിങ്ങൾ നിങ്ങളായിരിക്കുക. ശരിയായ നിങ്ങളെ ആളുകൾ യഥാർത്ഥമായ നിങ്ങളെ ഇഷ്ടപ്പെടും. ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകാൻ ഒരു കരുത്തും ആവശ്യമില്ല. ഒരു മനുഷ്യന് 3 ഭാഷകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അയാൾക്ക് അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് കാണുന്നവരോട് സംസാരിക്കുന്നത്, വേറൊന്ന് സ്വയം സംസാരിക്കുന്നത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക അത് ശക്തമാണെന്ന്. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും എന്നിൽ ആവാഹിക്കുക, അർപ്പിക്കുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിനുമാകില്ല. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടി ആക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ടു പോവുക. തനിച്ചാകും എന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം ഒരു കൂട്ട് അസാധ്യമാണ്. കൂടുതൽ മാന്യമായി പെരുമാറുന്ന വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം അവരുടെ മനസ്സ് കള്ളത്തരങ്ങളുടെ കൂടാരമാണ്. മുഖത്ത് പുഞ്ചിരിയും ഉള്ളിൽ വിഷവുമായി നടക്കുന്ന സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങളുടെ വിഷമങ്ങളോ പരാതികളോ ചെറിയ തെറ്റുകളോ ഒരിക്കലും പങ്കുവെക്കരുത്. കാരണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ മറ്റുള്ളവർ പറയുമ്പോഴാണ് ഇവരൊക്കെ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. സത്യം മനസ്സിലായിട്ടും സത്യത്തെ കണ്ടിട്ടും കള്ളങ്ങൾ മാത്രം വിശ്വസിക്കുന്നവനാണ് വിഡ്ഢിയെന്ന് പറയുന്നത്. അതു മറന്നേക്കൂ. ഇന്നലെ എന്ന ദിവസം കഴിഞ്ഞുപോയി. ആ ദിവസത്തോടൊപ്പം അതിൽ സംഭവിച്ചതും കഴിഞ്ഞു പോകട്ടെ. ഇന്നലത്തെ പകയും ശത്രുതയും ഇന്ന് വേണ്ട. ഇന്ന് നമ്മൾ പുതിയ മനുഷ്യരാണ്. ഇന്നലത്തെ ഞാനല്ല ഇന്ന്. നിങ്ങളും മാറിയല്ലോ. അതുകൊണ്ടല്ലേ ഈ കണ്ണുനീർ. എല്ലാ അധിക്ഷേപങ്ങളും പ്രതികരിച്ചു നടന്നാൽ സ്വയം വളരാൻ മറന്നു പോകും. അതിലൊന്നും വാടാതെ വീണു പോകാതെ തളിരിടണം. നിശബ്ദമായി പുതിയ നാമ്പുകളും വേരുകളും വളരണം. മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്.
യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ പലരും അണിഞ്ഞിരിക്കുന്ന യഥാർത്ഥ മുഖംമൂടി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. തൻ്റെ മുൻപിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ തനിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണം. അവർ മുകളിൽ മാത്രം പാലുള്ള വിഷക്കുംഭം പോലെയാണ്. വാക്കുകൊടുക്കലല്ല, മറിച്ച് അത് ചെയ്തു കൊടുക്കലാണ് മനുഷ്യത്വം. അതിന് ചിലർക്കേ കഴിയൂ. വാക്കുകൊടുക്കാൻ എല്ലാവർക്കും കഴിയും. നമ്മുടേത് മാത്രം എന്ന് തോന്നുന്ന ചിലയിടങ്ങളുണ്ട്. എത്ര അകന്നാലും മനസ്സ് ആ യുഗങ്ങളിലേക്ക് യാത്ര പോയിക്കൊണ്ടേയിരിക്കും. പരസ്പരം മനസ്സിലാകാത്ത ഒരാളെ എൻ്റെ സ്വന്തം എന്ന് അധികാരപ്പെടുത്തി പറയുന്നതൊക്കെ വെറും ക്ലീഷേ ഡയലോഗ് മാത്രമാണ്. ആരും ആരുടെയും സ്വന്തമല്ല. സത്യം അറിയുന്നത് വരെ മാത്രമേ മനസ്സിൽ ഭയം, കുഴപ്പം, സംശയം എന്നിവ ഉണ്ടായിരിക്കുകയുള്ളൂ. സത്യം എത്ര കൈപ്പേറിയതായാലും അവസാനം മനസ്സിന് ശാന്തി നൽകും. പാലിക്കപ്പെടാതിരിക്കുമ്പോൾ വാക്ക് മരിക്കും. ഒപ്പം വാക്ക് വിശ്വസിച്ച ഒരു മനുഷ്യനും. നിങ്ങളുടെ ചുറ്റും ഉണ്ടാകുകയും എപ്പോഴും കൂടെ ചിരിക്കുകയും ചെയ്യുന്നവരെല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളാകണമെന്നില്ല. കാരണം എല്ലാവരും നന്നായി അഭിനയിക്കുന്നവരാണ്. യഥാർത്ഥ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നത്. നല്ല നടീനടന്മാരെക്കാളും മികച്ച അഭിനയം കാഴ്ചവെക്കുന്നവരാണ് ജീവിതത്തിൽ നിങ്ങളോട് ഒപ്പമുള്ള മിക്കവരും എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്ന് മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. നീ ജീവിക്കുക നിന്റെ രീതിയിൽ. മറ്റുള്ളവർ എന്തും പറയട്ടെ, നിന്റെ ജീവിതമാണ്. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്കല്ലേ അറിയൂ. സ്വന്തമാക്കുന്നത് വരെ മറ്റുള്ളവർക്ക് അതൊരു തമാശയായിരിക്കും. എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നു അത് തന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയി എന്ന് വരും. പക്ഷേ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഐ ആം ഡിഫറൻറ്റ്. ഒരു വാക്കിൽ ആശ്വാസം തരുന്നവർ, ഒരു പുഞ്ചിരിയിൽ വേദനകൾ അകറ്റുന്നവർ, ഒറ്റപ്പെടുത്തലുകളിൽ ചേർത്തു നിർത്തുന്നവർ, ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്നവർ. ഇങ്ങനെയുള്ള ചില മനുഷ്യരുള്ളത് കൊണ്ടാണ് ഓരോ ജീവിതവും സുന്ദരമാകുന്നത്. ഇതെല്ലാം ഒരാളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അവരെ നഷ്ടപ്പെടുത്താതിരിക്കുക. ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്ക് അവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല, മറ്റാരെക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതി കൂടിയാ. കാത്തുനിൽക്കാൻ എന്തെങ്കിലുമൊന്ന് ഉണ്ടാവുമ്പോൾ നമ്മൾ മറ്റെല്ലാം മറക്കാനാകുന്നു. ഒരു സ്ത്രീ അവളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവളുടെ കൂട്ടുകാരനെയാണ്. ജീവിത ചുറ്റുപാടിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ആ അനുഭവത്തിൽ നിന്നും വേദനയോടെ പഠിച്ചെടുത്ത അവരുടേതായ ശരികളും ഉണ്ട്. മറ്റാർക്കും മനസ്സിലാവാത്ത, മറ്റാരും മനസ്സിലാകാത്ത അവരുടേത് മാത്രമായ ജീവിതാനുഭവത്തിൻ്റെ ചില യഥാർത്ഥ ശരികൾ. നമ്മൾ ഒരാളോട് നമ്മുടെ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾ വേവലാതികൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾ അതാ തോതിൽ ഇല്ലെങ്കിലും അങ്ങനെ ചില വേദനകളിലൂടെ ചെറുതായിട്ടൊന്ന് കടന്നു പോയിരിക്കുകയെങ്കിലും വേണം. നമ്മുടെയെല്ലാം ഏറ്റവും വലിയ പ്രചോദനം നമ്മൾ തന്നെയാണ്. കാരണം എത്രമാത്രം നമ്മൾ ശക്തരാണെന്ന് നമുക്കറിയില്ല. നേരിടാൻ നമ്മുടെ ആത്മധൈര്യം മാത്രമാണ് ഏക വഴി എന്ന് നാം തിരിച്ചറിയുന്ന നിമിഷം വരെയും. താങ്ങി നിർത്തേണ്ടവർ തള്ളിക്കളയുമ്പോൾ തകർന്നു പോകരുത്. തളർന്നു വീണെടുത്തു നിന്നുമാണ് നമ്മൾ തലയുയർത്തി നിന്നുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ പഠിക്കേണ്ടത്. നോവു മറിച്ച് കൊണ്ട് വരിഞ്ഞു ചിരിക്കണം. തളർന്നവർക്ക് കരുത്താകാനും തളർത്തിയവർക്ക് കരുത്ത് അറിയിക്കാനും. കിട്ടിയെന്ന് വിചാരിക്കുമ്പോൾ വഴുതിപ്പോകുന്ന, ശരിയെന്ന് ഉറപ്പിക്കുമ്പോൾ തെറ്റിപ്പോകുന്ന, തെറ്റ് കരുതുമ്പോൾ പൂർണ്ണമായി ശരിയാക്കുന്ന ഒരു വലിയ കടങ്കഥയാണ് മനുഷ്യൻ. അവസാനിപ്പിക്കണം എന്ന് തോന്നുന്നിടത്ത് നിന്നും 2 ചുവടുകൾ കൂടി മുന്നോട്ട് വെക്കണം. അതെന്തിനായിരുന്നു എന്ന് പിന്നീടുള്ള ചുവടുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അത് മനസ്സിലാക്കി ജീവിക്കുക.
Thanks for watching. Don't forget to subscribe.